കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കണമെന്ന് സുരേഷ് ഗോപി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരെ ഇക്കാര്യം അറിയിച്ചു. കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടന നടക്കാനിരിക്കെയാണ് ആവശ്യവുമായി നേതൃത്വത്തെ സമീപിച്ചത്. മന്ത്രിയായ ശേഷം സിനിമ ചെയ്യാനാകാത്ത സാഹചര്യമുണ്ടെന്നും നേതൃത്വത്തെ അറിയിച്ചു. ഈ മാസം പകുതിയോടെ മന്ത്രിസഭ പുനഃസംഘടനയുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചപ്പോഴും സമാന ആവശ്യം സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചിരുന്നു. തനിക്ക് സിനിമാ അഭിനയം തുടരണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഒരുപാട് സമ്പാദിക്കണമെന്നുണ്ട്. ഇപ്പോൾ വരുമാനം നല്ല നിലയിൽ നിലച്ചു. പാർട്ടിയിലെ ഏറ്റവും ഇളയ അംഗമാണ് താൻ. തന്നെയൊന്ന് കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി സദാനന്ദനെ മന്ത്രിയാക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അടുത്ത വർഷം നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്നിവ ലക്ഷ്യം വെച്ചുള്ള മന്ത്രിസഭ പുനഃസംഘടനയ്ക്കാണ് BJP ഒരുങ്ങുന്നത്. കേന്ദ്ര മന്ത്രിസഭയിൽ ഏറ്റവും അധികം ആരോപണം നേരിടുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുമോ എന്നാണ് ആകാംക്ഷ. പ്രതിപക്ഷ പാർട്ടികളും CJP അടക്കമുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും മന്ത്രിയുടെ രാജിക്കായി മുറവിളി ശക്തമാക്കുന്ന സമയം കൂടിയാണിത്. 10 മുതൽ 12 വരെ വകുപ്പുകളിൽ അഴിച്ചുപണിക്ക് സാധ്യതയെന്നാണ് കാണുന്നത്. റെയിൽവേ, ധനമടക്കം പ്രധാന വകുപ്പുകളിൽ അഴിച്ചുപണിക്ക് സാധ്യത പറയുന്നു. രാജ്യസഭാ കാലാവധി പൂർത്തിയാക്കുന്ന ജോർജ് കുര്യൻ മാറിയാൽ പിന്നെ പകരം C സദാനന്ദൻ മാസ്റ്റർ, അനിൽ ആന്റണി, K സുരേന്ദ്രൻ എന്നിവരിൽ നിന്ന് ആരെങ്കിലും മന്ത്രിയാകും. BJP സംസ്ഥാന അധ്യക്ഷന്മാരായി നിയമിതനായ പങ്കജ് ചൌധരി, ഹർഷ് മൽഹോത്ര എന്നിവർ സഹമന്ത്രി സ്ഥാനമൊഴിയും. ജൂൺ 15 ശേഷം പുനഃസംഘടന നടത്തുവാനാണ് നീക്കം. കേന്ദ്ര മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു നേതാവിന് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ചുമതല നൽകും. 2028 തെരഞ്ഞെടുപ്പ് നടക്കുന്ന കർണാടകയുടെ ചുമതലയാകും നൽകുക. BJPയിൽ സംഘടന അഴിച്ചുപണിയും തുടരുകയാണ്. കേരളത്തിൽ പ്രഭാരി സ്ഥാനത്ത് നിന്ന് പ്രകാശ് ജാവ്ദേക്കർ മാറിയേക്കും.